19 ദിവസത്തിന് ശേഷവും കണ്ണവം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതി സിന്ധുവിനെ കണ്ടെത്താനായില്ല. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് തിരച്ചിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സിന്ധു സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം. പാതി തകർന്നു കിടക്കുന്ന ഈ ഷെഡിലാണ് സിന്ധു ഏറെക്കാലമായി തനിച്ചു താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഡിസംബർ 31 വൈകിട്ട് സിന്ധു വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് പോയതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. സിന്ധു താമസിച്ച ഷെഡിന് മുന്നിലുള്ള ഈ വഴിയിലൂടെ നടന്നാൽ ഒരു റോഡിലെത്തും. ആ റോഡും മുറിച്ചു കടന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നാണ് ആ സിന്ധു ഉൾവനത്തിലേക്ക് എത്തിയത്. കാടിനെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് സിന്ധു. ഇടയ്ക്ക് വിറക് ശേഖരിക്കാനും മറ്റുമായി വനത്തിൽ പോകും. 2 വർഷം മുമ്പ് വനത്തിനുള്ളിൽ പോയി രാത്രി അവിടെ കിടന്നുറങ്ങിയ കഥ സിന്ധുവിൻ്റെ അമ്മ ഓർത്തെടുക്കുകയാണ്. ഒരു പ്രാവശ്യം ഓട് പോയിട്ട് പിറ്റേന്ന് രാവിലെ വന്നത്. അതുകൊണ്ട് ഓട് എന്നോട് പറഞ്ഞതാണ്. ഞാൻ അച്ഛന്നിട്ട് വിളിച്ച് അന്നേരം അമ്മ ഞാൻ കാട്ടുക മുഴിക്കാൻ പോയിന്ന്. എന്നിട്ട് ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് എന്തിനേ പോയി? അത് കാട്ടുകങ്ങ് തിന്നാൻ പൂതിയായിരുന്നു, അതുകൊണ്ട് പോയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. അന്ന് സംഭവിച്ചതുപോലെ സിന്ധു തിരിച്ചു വരുമെന്ന അതേ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം. പക്ഷേ ഇന്നേക്ക് 19 ദിവസമായി എന്നത് കുടുംബത്തെ ആശങ്കപ്പെടുത്തുന്നു. കിട്ടണമെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും പരിധിപ്പിടിച്ച് നമുക്ക് തരണം. പുറത്തേക്ക് വിറകെടുക്കാനാണ് പോകുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും എവിടെ പോയെന്നുള്ളത് നമ്മളറിയില്ല, നമ്മളോട് പറഞ്ഞില്ല എവിടെ പോകുന്നു. 19ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. പോലീസും വനം വകുപ്പും തണ്ടർബോൾട്ടും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് പരിശോധന. ഒടുവിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തി. എന്നാൽ ഒരു സൂചനയും കിട്ടിയില്ല. സിന്ധു വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാൻ മേഖലയിലെ എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു പരിശോധിച്ചു. അതിലും നിരാശയാണ് ഫലം. ഈ കാണുന്ന വനത്തിൽ തന്നെ സിന്ധു ഉണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന കണ്ണവം വനത്തിന്റെ നിഗൂഢതയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. 1ഉം 2ഉം അല്ല, ദിവസം 19 കഴിഞ്ഞിരിക്കുന്നു. എന്ത് സംഭവിച്ചു എന്ന് ഒരു പിടിയുമില്ല. ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ തന്നെ ഇതിങ്ങനെ വായിക്കുമ്പോൾ, വാർത്ത കൊടുക്കുമ്പോഴൊക്കെ തന്നെ വല്ലാതെ വേദന തോന്നുന്നു അല്ലേ? പാവത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും. എന്തായാലും അന്വേഷണം, അത് തെരച്ചിലൊക്കെ കൃത്യമായിട്ട് തന്നെ നടക്കട്ടെ. അതിലൊരു വീഴ്ചയും ഉണ്ടാകരുത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് ഈ വാർത്തയിൽ.